ഇതല്ലേ മിസ്റ്റർ ഗഫൂർ താമസിക്കുന്ന വീട്? ഞാനാ സാറേ ഗഫൂർ. എന്താ സംഗതി? സമൻസ് അയച്ചിട്ട് ഹാജരാവാഞ്ഞിട്ടേ അത് വാറണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോ കോടതിയിൽ APP ലീവ്, പിന്നെ വന്നപ്പം പ്രതിയും ഓന്റെ വക്കീലും ലീവ്, പിന്നെ സമൻസ് അയച്ചല്ലോ. അന്നേരം നോമ്പല്ല സാറേ, കള്ളത്തരം പറയാൻ പറ്റാത്തോണ്ട് നമ്മൾ ലീവാക്കി. എന്നാലും എന്റെ മനുഷ്യ, ഈ പോലീസുകാരെ കാലും മുറ്റത്തുങ്ങൾ കുത്തിച്ചില്ലേ? അലറണ്ട, സൗണ്ട് ലേശം കുറച്ചാളി, നാട്ടുകാർ മുഴുവൻ കേൾക്കും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാ കോടതി ഉത്തരവ്. അറസ്റ്റ് ചെയ്യാൻ എന്റെ മൂപ്പരൊന്നും കട്ടിട്ടില്ലല്ലോ. കട്ടാലും കണ്ടാലും ഒക്കെ കോടതിക്ക് ഒരുപോലെയാ. വേ കാരണം സുറാവി, ഞമ്മൾ പോവുകയാണ്. മോന്തിക്ക് മുമ്പ് ഞമ്മൾ തിരിച്ചു വന്നില്ലെങ്കില് പള്ളിന്ന് കൊല്ലാക്കാനെ വിളിച്ച് യാസീനെ ഒതിപ്പിച്ചാളി. ഞാൻ സത്യം മാത്രമേ പറയൂ. വളരെ നല്ലത്. ഇതുപോലത്തെ ഒരു വക്കീലിനെ ഞമ്മള് വേറെ ദുനിയാവിലൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ താൻ പറയണം. അപ്പൊ നിങ്ങള് സത്യം പറയൂലേ? സൈലൻസ്, സൈലൻസ്. ഞമ്മള് കോടതിയിൽ സത്യം മാത്രമേ പറയൂ. ഇത് സത്യം, സത്യം, സത്യം. ചുമ്മുണ്ടിൽ അബൂബക്കർ മകൻ ഗഫൂർ നിങ്ങളല്ലേ? അതെ. നിങ്ങളുടെ വീട്ടിൽ വെച്ചല്ലേ 2012 മാർച്ച് 10 ടിയാന്റെ ബൈക്ക് മോഷണം പോയത്? ടിയാനോ? എന്നിട്ട് കൈത പറഞ്ഞത് വീരാന്നാണ് അവന്റെ പേരുന്ന്. ടിയാൻ എന്ന് ഉദ്ദേശിച്ചത് ഈ നിൽക്കുന്ന ബീരാനെ തന്നെയാ. നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ടപ്പോഴല്ലേ അത് മോഷണം പോയത്? അതെ, പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിക്ക് ഇത് ഞമ്മളല്ല മോഷിച്ചെന്ന്. മിസ്റ്റർ ഗഫൂർ, നിങ്ങൾ സാക്ഷിയാണ്. നിങ്ങളുടെ വീട്ടിൽ വെച്ചാണല്ലോ മോഷണം നടന്നത്. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പല്ലോ സാറേ. മൂപ്പര് ബൈക്കൊന്ന് പുരയില് വെച്ചോട്ടെന്ന് വെച്ച് ഞമ്മൾ വെച്ചോളിന്ന് പറഞ്ഞ് ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു സാക്ഷിയാവാൻ ഇതൊക്കെ തന്നെ ധാരാളം. കോടതി സമയം കഴിഞ്ഞു. ഈ കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്റെ റബ്ബിലാലമീനെ തമ്പുരാനെ, അടുത്ത മാസം 20-ാം തീയതി എന്റെ മോളെ നിക്കാഹാണ്. ഇതൊന്ന് മാറ്റി തരി. നിക്കാഹ് മാറ്റിത്തരാൻ കോടതി ഇടപെടേണ്ടതില്ല. അത് നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. നിക്കാഹ് മാറ്റുന്ന കാര്യമല്ല, ഈ കേസൊന്ന് മാറ്റി തരുന്ന നമ്മള് പറഞ്ഞത്. കോടതിയോട് അങ്ങനെയൊന്നും പറയരുത്. എന്റെ വക്കീലെ, ഞമ്മളത് 5-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഓരോ തവണ ഓരോ കാര്യം പറഞ്ഞ് ഞമ്മളെ പറഞ്ഞേക്കും. ഒരു സാക്ഷിയായി കഴിഞ്ഞാൽ എത്രയും ബുദ്ധിമുട്ടാണ്. സാക്ഷിയാണെങ്കിൽ കോടതി വിളിക്കുമ്പോ വരേണ്ടി വരും. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? സാക്ഷിക്ക് കൊമ്പല്ല, വാലുണ്ടോന്ന് വേണം ചോദിക്കാൻ. ഇങ്ങനെ കൊരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ.